ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു സുപ്രധാന വാർത്ത, നൂറുകണക്കിന് ഭീകരർ ഇന്ത്യൻ അതിർത്തി കടക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ 800-ലധികം ഭീകരരാണ് 70-ലധികം ലോഞ്ച് പാഡിലായി നമ്മുടെ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപവും ഒപ്പം തന്നെ ലൈൻ ഓഫ് കൺട്രോളിന് സമീപവും അവർ തമ്പടിച്ചിരിക്കുന്നത്. 10 മുതൽ 15 പേർ വരെ അടങ്ങുന്ന ചെറു ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ തമ്പടിച്ചിരിക്കുന്നത്. ഇതിൽ 10 ക്യാമ്പുകൾ, ഈ ലോഞ്ച് പാഡുകൾ എന്ന് പറയുന്നത് ഇവരെ ഭീകരരെ കടത്തിവിടാനുള്ള ഈ ക്യാമ്പുകളാണ്. അത്തരത്തിലുള്ള 10 എണ്ണം അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം തന്നെയാണ്. ഇത് വനങ്ങളിലൂടെയും മറ്റുമൊക്കെ ഇന്ത്യയിലേക്ക് ഇവരെ കടത്തിവിടുക ഉള്ളൊരു ശ്രമമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ ഇപ്പോൾ ഒരു സമാധാനത്തിന്റെ വക്താവായി നിലകൊള്ളുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ വെച്ച് ഇറാൻ അമേരിക്ക ചർച്ച നടക്കാനിരിക്കെ ഇന്ത്യയുമായ ഒരു സംഘർഷത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുകയാണോ എന്നാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഒരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയും സമാധാനത്തിനായി ഇറാനും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഇസ്ലാമാബാദിലേക്ക് എത്തുന്ന സമയം തന്നെ ഇന്ത്യയിലേക്ക് ഭീകരരെ കടത്തി വിട്ടുകൊണ്ട് അല്ലെങ്കിൽ കടത്തിവിടാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ നിന്ന് അടി ഇരന്നു വാങ്ങി ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണോ പാകിസ്ഥാൻ എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം സാമ്പത്തികമായി തന്നെയും ലോഡ് ഷെഡിംഗ് മൂലം തകർന്ന് തരിപ്പണമായ പാകിസ്ഥാന്റെ സാമൂഹിക വ്യവസ്ഥ, സാമ്പത്തിക വ്യവസ്ഥ ഇതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുക, ഒപ്പം തന്നെ ഈ ഗൾഫ് യുദ്ധത്തിൽ ഒരു നിലപാടെടുക്കേണ്ട നിർണായക ഘട്ടത്തിലായ നിലപാടെടുക്കാതെ മാറി നിന്നുകൊണ്ട് ഇന്ത്യയുമായി ഒരു സംഘർഷത്തിലേക്ക് പോവുക എന്നുള്ളതാകാം ഒരുപക്ഷെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ഏതായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് സൈന്യം. അതിർത്തി കടക്കുന്ന ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചാലും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.